രാഷ്ട്രീയക്കാർ വാങ്ങുന്ന ബ്രൈബ് അവരുടെ ബിനാമികളുടെ അക്കൗണ്ടിലേക്കാണ് വാങ്ങിക്കാറ് എന്ന കാര്യം നിങ്ങൾക്കറിയാലോ. അത്തരം ബിനാമികളെ വെക്കുമ്പോൾ രാഷ്ട്രീയക്കാരിൽ പലരും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും മതവിഭാഗങ്ങളിലെ മതപണ്ഡിതര് ആ ബിനാമി ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് രാജ്യത്തെ പല മത നേതാക്കന്മാരുമായിട്ടുള്ള ഇല്ലീഗൽ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് എനിക്ക് ബിസിനസ് പരമായ ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. ആ രാഷ്ട്രീയക്കാരന് ഇതിന്റെ പ്രതിഫലമായിട്ട് കൊടുക്കേണ്ടത് 1 കോടി രൂപ. പക്ഷേ ഈ 1 കോടി രൂപ ഞാൻ അയച്ചു കൊടുക്കേണ്ടത് ഹിന്ദു ആചാരങ്ങളൊക്കെ അറിയുന്ന ഒരു പൂജാരിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ഈ പൂജാരി രാഷ്ട്രീയക്കാരന്റെ ബിനാമിയാണ്. പൂജാരിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ കയറിയാൽ പൂജാരി എനിക്ക് അതിന്റെ ഇൻവോയ്സ് തരും. എന്തായിരിക്കും ഈ ഇൻവോയ്സിൽ 1 കോടി രൂപയുടെ സോഴ്സ് ആയിട്ട് എഴുതുക? പൂജാരി എനിക്ക് വേണ്ടി എന്തോ വലിയ പൂജ ചെയ്തതിന്റെ പേയ്മെന്റ് ആയിട്ടാണ് ഈ 1 കോടി രൂപയെ കാണിക്കുക. എന്തുകൊണ്ട് പൊളിറ്റീഷ്യൻ ഇവിടെ പൂജാരിയെ ബിനാമി ആയിട്ട് പ്ലേസ് ചെയ്തു? GST നിയമത്തിലെ നോട്ടിഫിക്കേഷൻ 12/2017 പ്രകാരം കണ്ടക്ട് ഓഫ് റിലീജിയസ് സെറിമണി ഒരു എക്സെംപ്റ്റഡ് സപ്ലൈ ആണ്. അതായത് ഈ 1 കോടി രൂപയുടെ മുകളിൽ 1 രൂപ പോലും GST അടയ്ക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല പൂജ എന്ന ആക്ടിവിറ്റിക്ക് ഒരു ഫിക്സ്ഡ് മാർക്കറ്റ് റേറ്റ് ഇല്ല. പൂജാരി പറയുന്നതാണ് ഒരു പൂജയ്ക്ക് അയാളുടെ ചാർജ്. അതുകൊണ്ട് ഇൻവോയ്സിൽ ഇഷ്ടമുള്ള എമൗണ്ട് ലീഗലി തന്നെ എഴുതാം. നികുതി നിയമങ്ങളിൽ ഇതുപോലെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള കാരണം കൊണ്ടാണ് മതം ഇന്ത്യയിൽ നല്ലൊരു ബിസിനസ് ആയി മാറുന്നത്. ഇതുപോലത്തെ ടാക്സ് റിലേറ്റഡ് വീഡിയോസ് ഡെയിലി കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. താങ്ക് യു.